എന്ന് പറഞ്ഞാല്? അഗതി എന്ന് പറയാ ആരെ കൊണ്ടാ അറിയോ? അഗതി എന്ന് പറയുന്നത് പറഞ്ഞോ. യെസ്. അനാഥര്, ആരോരും സംരക്ഷിക്കാനില്ലാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗതി എന്ന് പറയുന്നത് അല്ലെ? ആ അഗതികൾ ഇവിടെ എത്തുമ്പോൾ ആരായിത്തീരും എന്നറിയോ? അതിഥികളായിത്തീരും. ആരായിത്തീരും? അതിഥികൾ. അതിഥികൾ എന്ന് പറഞ്ഞാൽ ആരാ? അതിഥി. യെസ്, വിരുന്നുകാർ. അഗതികൾ, അതിഥി എന്ന് പറഞ്ഞാല് വിരുന്നുകാർ. ഈ അഗതികളായിട്ട് നമ്മുടെ ഗേറ്റ് വരെയാണ് അവർ അഗതികളാകുന്നുള്ളൂ. ആ ഗേറ്റിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ആരായിത്തീരുന്നു? അവരൊക്കെ അതിഥികളായിത്തീരുന്നു, നമ്മുടെ വിരുന്നുകാരായിത്തീരുന്നു. നമ്മളെല്ലാവരും എന്തായി? കുടുംബ തണലിലെത്തുമ്പോൾ തന്നെ തണൽ കുടുംബാംഗങ്ങളായി മാറും. ഇവിടെ എത്തിപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് അറിയോ? ആരോരുമില്ലാത്ത നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ കിടക്കുന്ന, തെരുവിൽ കിടക്കുന്ന, പീഡിയക്കോലായി കിടക്കുന്ന ആളുകള്, അവര് കഴിവിന്റെ അനുസരിച്ച് കൈനീട്ടി പൈസ വാങ്ങി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഒരു ദിവസം അവരെന്തായാലും എന്തായിത്തീരും? അവർക്ക് കൈനീട്ടി പൈസ വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സമയത്തിലേക്ക് എത്തിത്തീരും അല്ലെ? സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. പ്രായമായി കഴിഞ്ഞ് പിന്നീട് നടക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അവർക്ക് നടക്കാൻ കഴിയുന്ന കാലത്തോളം അവരെന്ത് ചെയ്യുന്നു? ജീവിതത്തിന്റെ നല്ല നാളുകൾ മാറി മറിഞ്ഞ് അവർ എത്തിപ്പെട്ട ജീവിതയാത്രയിലെ മറ്റൊരു തുരുത്തായി ഈ തണൽ വീട്ടിലേക്ക്, ജീവിത സായാഹ്നത്തിലേക്ക് കടന്ന വയോജനങ്ങൾക്കും ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടവർക്കും താങ്ങും തണലുമാകേണ്ടത് പുതുതലമുറകളുടെ ഉത്തരവാദിത്തമാണ്. അതെ, ആ ഒരു സന്ദേശം അർത്ഥവത്താക്കാൻ അല്ലൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾ തണൽ അന്തേവാസികൾക്ക് കൊച്ചുമക്കളായി മാറിയ നിമിഷം, കളിയും ചിരിയുമായി ആടിയും പാടിയും ഒരിത്തിരി നേരം. ഒരു പക്ഷേ കേൾക്കാൻ ആളില്ല എന്നതായിരിക്കാം അവരുടെ ഏറ്റവും വലിയ ദുഃഖം. നമ്മുടെ കുരുന്നുകൾ അവർക്ക് മുന്നിൽ ഏറ്റവും നല്ല കേൾവിക്കാരും കഥ പറയുന്നവരുമായി മാറിയ നിമിഷം. പ്രയാസങ്ങൾ അവർക്ക് പലതും ഉണ്ടാവാം, എങ്കിലും എല്ലാം മറന്ന് ഉറക്കെ ചിരിക്കാൻ അവർക്കൊരു ദിവസം സാധിച്ചെങ്കിൽ അത് നമ്മുടെ കുരുന്നുകളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം തന്നെയാണ്. തീർച്ചയായും അവരുടെ ആ ദിവസത്തെ പ്രാർത്ഥനകളിൽ നമ്മുടെ കുഞ്ഞുമക്കളും ഇടം പിടിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അതാവും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നന്നായിട്ട് പഠിക്കണം.